സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ജാമിയ മില്ലിയെക്കുറിച്ചും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവേ ആളുകൾക്കുള്ളൊരു പ്രശ്നം കുറച്ച് ദൂരെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു ആശങ്ക പാരൻസിനിടയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി സന്തോഷകരമായ വാർത്തയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എന്നത്. കാരണം കുറച്ചുകൂടി നമ്മളുടെ അടുത്ത പ്രദേശമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് പോണ്ടിച്ചേരി. കുറച്ചുകൂടി എത്തിപ്പെടാൻ സൗകര്യം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് കൾച്ചറലായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത, വലിയ ഡിഫറൻസസ് ഇല്ലാത്ത ഒരു സ്ഥലം എന്ന നിലക്കാണ്, ഒരു യൂണിവേഴ്സിറ്റി എന്ന നിലക്കാണ് അറിയപ്പെടുന്നത്, പോണ്ടിച്ചേരി അറിയപ്പെടുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷമുള്ള ആശ്വാസമുള്ളൊരു വാർത്തയാണത്. 1985 പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. പുതുച്ചേരിയിൽ കാലപ്പേട്ടിനടുത്ത് 800ഓളം ഏക്കറുകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു വലിയ ക്യാമ്പസാണ് പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ളത്. റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് NIRF റാങ്കിങ്ങിൽ, ഒരു ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ്ങിൽ 81ാമത്തെ റാങ്കും യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 58ാമതും സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 9ാമതും വരുന്ന യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി. ഒരു വേൾഡ് റാങ്കിങ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ QS റാങ്കിങ്ങിൽ 251-300 ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ റാങ്കിൽ വരുന്ന ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പോണ്ടിച്ചേരി. മറ്റൊന്ന് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 801-നും 1000-നിടയിലും ഈ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രധാനമായും മാസ്റ്റേഴ്സ് കോഴ്സുകളാണ് ഈ ക്യാമ്പസിലുള്ളത്. പക്ഷേ പ്ലസ് ടുക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്. അതിൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെടുന്നതും സംസാര വിഷയമായത് സീൽ എന്ന 5 വർഷത്തെ ഒരു ഫോറിൻ ടൈപ്പുള്ള കോഴ്സ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ എന്ന പേരിൽ, സീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാമാണ് പോണ്ടിച്ചേരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, ആദ്യത്തെ 2 വർഷം പോണ്ടിച്ചേരി തന്നെ ഇവിടുത്തെ കുട്ടികൾ, ഇവിടെ ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്ത കുട്ടികൾ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം പാരീസ് 1 എന്ന പേരിൽ അറിയപ്പെടുന്ന പാന്തിയോൺ സോർബോൺ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പോയി പഠിക്കണം. അതേ സമയത്ത് തന്നെ ഈ പാരീസ് 1 യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത പാരീസിലുള്ള സ്റ്റുഡൻസ് ഇവിടെ വന്ന്, നമ്മുടെ നാട്ടിൽ വന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 1 കൊല്ലം പഠിക്കും. അവർ തിരിച്ച് 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പാരീസിലേക്ക് തിരിച്ചു പോവുകയും ഇന്ത്യൻ സ്റ്റുഡൻസ് പാരീസിൽ നിന്ന് തിരിച്ച് വന്ന് 4th ഇയറിൽ ആദ്യത്തിൽ ഇവിടുത്തെ കോഴ്സിൽ റീജോയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ സത്യത്തിൽ ഈ ഇൻ ബിറ്റ്വീൻ ഒരു 1 ഇയർ പാരീസ് 1 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം എന്നുള്ളതാണ്. പൊതുവെ പാരീസ് 1 യൂണിവേഴ്സിറ്റി എന്നാണ് ഈ പാന്തിയോൺ സോർബോൺ യൂണിവേഴ്സിറ്റി, ഫ്രാൻസിലുള്ള യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. അതാണ് ഫ്ലാഗ്ഷിപ്പ്, ഏറ്റവും രസകരമായ അത്യാവശ്യം നല്ല പ്ലേസ്മെൻ്റൊക്കെ ഓഫർ ചെയ്യുന്ന, കുറച്ചുകൂടി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സൊക്കെ വെച്ചുകൊണ്ട് നന്നായി കണ്ടക്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. +2 സ്ട്രീം 50% മാർക്കുള്ള ആളുകൾക്ക് ഈ സീൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. അതിന് പുറമെ അപ്ലൈഡ് ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഈ വിഷയങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. ഇത് +2കാർക്കുള്ള ഒരു എൻട്രി ആണിത്. അപ്പോൾ 5 ഇയർ പ്രോഗ്രാമാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. ആ യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികളൊക്കെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ചില യൂണിവേഴ്സിറ്റികളിൽ ഫെലോഷിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രസിദ്ധമായ ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പുസാൻ യൂണിവേഴ്സിറ്റി സൗത്ത് കൊറിയയിലുള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സ്, അതുപോലെ തന്നെ ലിസ്ബൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. അതോടൊപ്പം 14 സ്കൂളുകളിലായിട്ടാണ് ഈ കോഴ്സുകളെല്ലാം വരുന്നത്. ഇവിടെയുള്ള എല്ലാ കോഴ്സുകളും വരുന്നത് 14 സ്കൂൾ ഓഫ് സ്റ്റഡീസിലാണ്. ഒന്ന് ശ്രീ സുബ്രഹ്മണ്യ ഭാരതി സ്കൂൾ ഓഫ് തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, രാമാനുജ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്, സ്കൂൾ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസസ്, സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്,
School of Performing Arts, School of Social Sciences and International Studies, School of Education, School of Medical Sciences, School of Media and Communication, School of Engineering and Technology, Madanjit School of Green Energy Technologies, School of Law. +2 ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ 10 പ്രോഗ്രാമുകളാണ് സീലടക്കം. ഇത് വളരെ വലിയൊരു അട്രാക്ഷനാണ്. വളരെ കുറഞ്ഞ ഫീ. ആദ്യത്തെ 3 പ്രോഗ്രാമുകൾ 39 സീറ്റും ബാക്കി എല്ലാത്തിനും 25 സീറ്റ്സും വീതമാണ് ഉള്ളത്. വളരെ കുറഞ്ഞ ഏകദേശം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 35,000 40,000-ത്തിനുള്ളിൽ ഫീസ് മാത്രമേ ആവുന്നുള്ളൂ എന്നതാണ് ഈ ഒരു +2കാർക്കുള്ള ഈ ഇൻ്റഗ്രേറ്റഡ് 5 പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. അതിന് പുറമെ 15ഓളം MA പ്രോഗ്രാമുകൾ ഡിഗ്രിക്കാർക്കായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സത്യത്തിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകത അവിടുത്തെ PG പ്രോഗ്രാമുകൾ ഡിഗ്രിക്കാർക്കുള്ള PG പ്രോഗ്രാമുകളാണ്. ദെൻ അതും വളരെ വലിയൊരു ആകർഷണമാണ്. ദെൻ 5 ലാംഗ്വേജ് പ്രോഗ്രാമുകളാണുള്ളത്. അതിലൊന്ന് MA ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, MA ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ദെൻ ഹിന്ദി, സാൻസ്ക്രിറ്റ്, തമിഴ്. ഇതിന് പുറമെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട 10ഓളം PG പ്രോഗ്രാമുകളുണ്ട്. MA ആന്ത്രപ്പോളജി, MA ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസി, ഫിലോസഫി, പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്, വിമൺ സ്റ്റഡീസ്. ഈ പ്രോഗ്രാമുകളാണ് PG ലെവലിൽ കൊടുക്കുന്നത്. അതിന് പുറമെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 18ഓളം PG പ്രോഗ്രാമുകൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഒന്ന് അപ്ലൈഡ് ജിയോളജി, അപ്ലൈഡ് സൈക്കോളജി, ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇക്കോളജി, എൻവയൺമെൻറ്റൽ സയൻസസ്, ഇലക്ട്രോണിക്സ് മീഡിയ, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, മറൈൻ ബയോളജി, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനു പുറമെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും രസകരമായ നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്കൂൾസ് ഓഫ് ലോ ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്കൂൾ വളരെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അതോടൊപ്പം MBA പ്രോഗ്രാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വളരെ വലിയൊരു അട്രാക്ഷനാണ്. വളരെ കുറഞ്ഞ ചെലവിൽ 7ഓളം സ്പെഷ്യലൈസേഷൻ MBA സ്പെഷ്യലൈസേഷൻസ് അവിടെ അവൈലബിൾ ആണ്. അതിൽ ബാങ്കിങ് ടെക്നോളജി, MBA ജനറൽ, MBA ഡേറ്റ അനലിറ്റിക്സ്, MBA ഫിനാൻഷ്യൽ ടെക്നോളജി, ഇൻഷുറൻസ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ഫിനാൻസ്, അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഇങ്ങനെ 7 പ്രധാനപ്പെട്ടതും അനുബന്ധവുമായ 2 കൂടി ചേർത്ത് 9ഓളം MBA പ്രോഗ്രാമുകൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവൈലബിൾ ആണ്. 1.5 ലക്ഷം മുതൽ മാക്സിമം ഒരു 4-5 ലക്ഷം വരെ മാത്രമേ ഫീ വരുന്നുള്ളൂ എന്നത് മാത്രമല്ല പ്ലേസ്മെൻറ്റ് അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സിലും പൊതുവേ ഇന്ത്യയിൽ തന്നെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാം എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലാണ് പ്രവേശനം കൊടുക്കുന്നത്. അപേക്ഷിക്കാൻ ആകെ 800-600 രൂപ ഫീസേ വരുന്നുള്ളൂ. എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്കാണ് പോകേണ്ടത്. നോർമൽ കേസിൽ നമ്മളെല്ലാ യൂണിവേഴ്സിറ്റികളിലും പോലെ ആദ്യം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ്, അത് നമ്മളുടെ ഇമെയിലും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ വെച്ചുകൊണ്ടുള്ളതാണ്. കൃത്യമായിട്ട് എത്ര KB പറഞ്ഞാൽ ഏത് കോൺഫിഗറേഷനിലാണ് ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ വരേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഒരു അക്കാഡമിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ചേർത്ത് സബ്മിറ്റ് ചെയ്യുന്നു. ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സാമിനേഷൻ എപ്പോഴാണെന്നുള്ളത് പിന്നീട് നമ്മൾ സമയാസമയങ്ങളിൽ അറിയിക്കും. നമുക്ക് ഏതായാലും കോഴിക്കോടും കൊച്ചിയും ട്രിവാൻഡ്രത്തും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ മൊത്തം 4 എക്സാമിനേഷൻ ടെസ്റ്റ് സെൻ്ററാണുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്ററൊക്കെ കൃത്യമായിട്ട് ഓരോ കോഴ്സിൻ്റെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എൻട്രൻസ് എക്സാമിനേഷൻ എത്ര വേണമെങ്കിലും ഒരു കാൻഡിഡേറ്റിന് തന്നെ 2 or 3 സബ്ജക്റ്റിൽ അതിൽ കൂടുതൽ സബ്ജക്റ്റിൽ നമുക്ക് എക്സാമിനേഷൻ എഴുതാം. പക്ഷേ നിങ്ങൾ ആ വരുന്ന എക്സാമിനേഷൻ ഒരു സ്ലോട്ടുകളായിട്ടാണ് ഡേറ്റുകൾ ഫിക്സ് ചെയ്യുക. സ്ലോട്ട് 1 മുതൽ ഏതാണ്ട് സ്ലോട്ട് 10 വരെയുണ്ട്. അപ്പോൾ ഈ ഓരോ സ്ലോട്ടും ക്ലാഷിംഗ് ആവാതെയും സബ്ജക്റ്റുകൾ ക്ലാഷ് ആവാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എക്സാമിനേഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കോഴ്സുകൾ സ്ലോട്ടുകൾ വ്യത്യസ്തമായത് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആ സ്ലോട്ടിൽ വരുന്ന സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ പ്രോസ്പെക്റ്റസിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ലോട്ട് 1 വരുന്ന കോഴ്സുകൾ തന്നെ സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ സുന്ദരമായിട്ട് കൃത്യമായിട്ട് ഈ ടെസ്റ്റ് എഴുതി നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ദെൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലൊക്കെ ഉള്ള കോഴ്സുകളുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും അതുപോലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയൊക്കെ ക്യാമ്പസ്, ഈ റിസർച്ച് ക്യാമ്പസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. ഏകദേശം 71ഓളം അഫിലിയേറ്റഡ് കോളേജുകൾ പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയിലും ലക്ഷദ്വീപ് ഗ്രൂപ്പിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലും പെട്ട ഏകദേശം 71ഓളം അഫിലിയേറ്റഡ് കോളേജുകൾ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. പുതുച്ചേരി കാൻഡിഡേറ്റ്സിന് ഏകദേശം ഒരു 25% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സീറ്റുകളും ഓപ്പൺ മെറിറ്റിലുള്ളതാണ്. അത് ഈ റാങ്കിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിലെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സമയത്തിന് കൃത്യമായ ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സാമിന് കൃത്യമായിട്ട് കോമ്പറ്റീവ് എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ കിട്ടും. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ശ്രമിക്കുക. നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അത്യാവശ്യം പ്ലേസ്മെൻറ്റും വിദേശ ഫെലോഷിപ്പും കിട്ടുന്നതുകൊണ്ട് മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.